ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഏത് നേരത്താണ് എനിക്കത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നിയത്? ദാരുണമായ സംഭവമായിരുന്നു. അപ്പൊ എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് അതിൽ? അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട, ബാക്കി ഇവിടുന്ന് വാങ്ങാം. അല്ല, റീൽസ് ചിത്രീകരിക്കുന്നതൊക്കെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ചിരിച്ച മുഖവുമായി ഒരു റീൽസ് ചിത്രീകരിക്കുകയും അടുത്തുകൂടി നടന്നുപോയൊരു മനുഷ്യൻ അവരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തത് വളരെ വേദനാജനകമാണ്. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഗതിയിലായത്. ഞാൻ ടി വിയിലൂടെ കണ്ട ആ റീൽസിൽ, ഞാൻ റീൽസ് കണ്ടില്ല, ആ ടി വിയിലൂടെ കണ്ടതേ ഉള്ളൂ. ടി വി കൂടെ കണ്ട ഭാഗത്തിൽ ആ മനുഷ്യനിൽ നിന്ന് യാതൊരു തെറ്റും ഉണ്ടായതായി ഞാൻ കാണുന്നില്ല. അത് നീ നാടകം കളിച്ച് ഞങ്ങളെ ചലിച്ചല്ലടാ. ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അതിപ്പോൾ എല്ലായിടും സംഭവിക്കുന്നില്ല, ഏത് ആൾക്കൂട്ടത്തിൽ സംഭവിക്കും. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യൂവിൽ നിന്ന് തള്ളുമ്പോൾ അങ്ങനെയൊക്കെ റീൽസ് എടുത്താലും മനുഷ്യനെ നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും ഒരു മര്യാദയാണ്. അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അത്രയ്ക്ക് ഭയങ്കരയാണ്. അങ്ങനെ ചെയ്യാൻ അവൾക്ക് എന്താ വട്ടുണ്ടോ? അവൾക്ക് വട്ട് തന്നെയാണ്, മുഴുവട്ട്. മാന്യമായ നടപടിയായിട്ട് എനിക്കൊരു മനുഷ്യൻ എന്ന നിലയിൽ, രാഷ്ട്രീയക്കാരൻ എന്ന നിലയല്ല, മന്ത്രി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ ചെറുപ്പക്കാരൻ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ആ ടി വിയിൽ കണ്ട ദൃശ്യത്തിൽ ഒരു കുഴപ്പവും തോന്നിയില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നമ്മൾ ബസ് യാത്രയാകുമ്പോൾ അങ്ങോട്ടും തട്ടും, ഒരേയും നമ്മുടെ ശരീരത്തിൽ തട്ടും. അതൊക്കെ നമ്മൾ തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിൽ അത് വേണ്ടിയിരുന്നില്ല. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. ഇപ്പോഴും ഞാൻ പറയുന്നത് അത് തന്നെ. അവൾ നോർമൽ അല്ല. നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണും ചെയ്ത കാര്യങ്ങളല്ല അവളുടേത്. ചെയ്തത് അങ്ങനെ ഒരു ബാഡ് ഇന്റൻഷനോടെ അദ്ദേഹം അവരെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിത്രീകരിച്ചതിൽ തെറ്റില്ല. ചിത്രീകരിച്ച് പോലീസിനാണ് കൊടുക്കുന്നത്. പോലീസിനോടുത്ത് അവരെ നടപടിയെടുത്തു. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. അല്ലാതെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണത്തക്ക രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ആ അപമാനം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത്തരം ആന്റി സോഷ്യൽസിനെ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കില്ല. പൊതുഗതാഗതം സാധാരണക്കാരനുള്ളതാണ്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കയറി യാത്രയാണ്. ഗുണ്ടകൾക്ക് നയിക്കാനുള്ളതല്ല പൊതുഗതാഗതം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.